ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുന്നത് സാധാരണ ഒരു വീടുള്ളൂ. സാധാരണ വീട് നമ്മൾ അങ്ങാട് കാശ് കൊടുത്താണ് വാങ്ങിക്കണം. പക്ഷെ ഈ വീട് വാങ്ങിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇങ്ങാട് കാശ് കിട്ടും. അപ്പോൾ എല്ലാവരും ഈ വീടിന് ഒരു ലൈക്ക് അടിച്ച ശേഷം വീഡിയോ കാണാൻ ശ്രമിക്കുക. ഇത് റിക്വസ്റ്റ് ഉണ്ടാ. ഇത് ടാർ റോഡ് ഫ്രണ്ടേജ് ഒരു 250 മീറ്റർ അപ്പുറം ടൗൺ ആണ് കേട്ടോ. ഇത് കണ്ട അടിപൊളി ഒരു വീട്. ഇതിന്റെ വിശേഷങ്ങൾ ഞാൻ പറയാം. കാരണം ഇത് കാണണം, നിങ്ങൾ സ്കിപ്പ് ചെയ്യാണ്ട് കാണണം കേട്ടോ. കാരണം ഇത് നിങ്ങൾക്ക് വരുമാനം തന്നെ ഒരു വീടാണ്. അപ്പോൾ ആ ഒരു രീതിക്ക് മാത്രം ചിന്തിക്കുക കാണാം. അപ്പോൾ ലൈക്ക് അടിക്കുക. അതുപോലെ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. കാരണം മുറ്റത്ത് ഇഷ്ടം പോലെ വണ്ടി പാർക്ക് ചെയ്യാനുള്ള സൗകര്യമുണ്ട്. അതേപോലെ തന്നെ കുറഞ്ഞ വിലയുമുള്ളു. അല്ല, നല്ല അത്യാവശ്യം വലിപ്പമുള്ളൊരു സിറ്റ് ഔട്ട്. കയറി ചെന്നുള്ള നേരെ ലിവിങ് ഏരിയയാണ്. അല്ല, ഇതാണ് നിങ്ങൾ ലിവിങ് ഏരിയ. ലിവിങ് ഏരിയ എന്നൊക്കെ പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരു മീഡിയം വലിപ്പമുള്ളൂ. ഒരുപാട് വലിപ്പമൊന്നും പ്രതീക്ഷിക്കരുത്. കാരണം ഇതിൻ്റെ ഒരു സെറ്റപ്പ് അതാണ്. അല്ല, ഇവിടെ ഇത് വാഷ് ബേസിൻ്റെ ഏരിയയും ഒക്കെ കൂടിയാണ്. ഇവിടെ വാഷ് ബേസിനിൽ ഇവിടെ നമുക്ക് നമ്മൾ രൂപവും കാര്യങ്ങളൊക്കെ വെക്കാനുള്ള ഒരു സെറ്റപ്പ് അവിടെ ചെയ്തിട്ടുണ്ട്. പിന്നെ ഇവിടെ ഒരു ബെഡ്റൂമുണ്ട്, അറ്റാച്ച്ഡ് ബെഡ്റൂമാണ്. അത്യാവശ്യം വലിപ്പമുള്ള ബെഡ്റൂമാണ് എല്ലാവരും. അല്ല, ടൈലും കാര്യങ്ങളൊക്കെ ഇട്ട് പുതു സ്വന്തം ആവശ്യത്തിന് വേണ്ടി പണിത വീടാണിത്. വിൽക്കാൻ വേണ്ടി പണിതൊരു വീടേ അല്ലത്. ഇതിൻ്റെ കാര്യം ഞാൻ പറഞ്ഞുതരാം. ഇത് അതേ കൂട്ട് ഗ്രാൻഡായിട്ട് വന്നത് അറ്റാച്ച്ഡ് ബാത്റൂം എല്ലാവരും പുതുപുത്തനുണ്ടാവും. ഒരാളും യൂസ് ചെയ്യാത്ത ഒരു വീടാണിത്. ഇവർക്ക് താമസിക്കാൻ വേണ്ടി പണിതൊരു വീടാണ്. പിന്നെ ഇവര് കുടുംബത്തിലോട് താമസം മാറി. അപ്പോൾ അത് കാരണം പിന്നെ ഇത് അങ്ങോട്ട് ഡിസ്പോസ് ചെയ്യാന്ന് വിചാരിച്ചിരുന്നു. ഇത് രണ്ടാമത്തെ ബെഡ്റൂം, താഴത്തെ നിലയിൽ രണ്ടാമത്തെ ബെഡ്റൂമുണ്ട്. ഇതും അത്യാവശ്യം നല്ല വലിപ്പമുള്ള ബെഡ്റൂമാണ്. ആ ബെഡ്റൂമിലും ഇത്തിരി വലിപ്പം കൂടുതലുണ്ട്. ഇതിനും കബോർഡ് കാര്യങ്ങളെല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട്. മുകളിൽ സ്പോട്ട് ലൈറ്റും കാര്യങ്ങളൊക്കെ എല്ലാ റൂമിലും ഉണ്ട്. അതിൻ്റെ ബാത്റൂം, അത് വീട് പണിതേക്കണം നല്ല ഗ്രാൻഡായിട്ടാണ്. ഈ വീട് നിങ്ങൾ വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത്യാവശ്യം EMI കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ വെറും സിമ്പിളായിട്ട് അങ്ങനെ അടഞ്ഞു പോകും. അത്രയും മതിയല്ലോ നമുക്കും, മനസ്സിലായി. നമുക്കപ്പോൾ ഓവർലോഡ് വരുന്നില്ല ഈ വീട് വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ. അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. ഇനി ഇങ്ങാടി വരുമ്പോഴേക്കും നമുക്കുള്ള ഡൈനിങ് സ്പേസ് ആണിത്. ഇവിടെയാണ് നമ്മുടെ ഡൈനിങ് സ്പേസ് വന്നത്. ഇവിടെ ഒരു വാഷ് കൗണ്ടർ ഏരിയ അതും സെറ്റ് ചെയ്തിട്ടുണ്ട്. ഒരു ചെറിയ ഫാമിലിക്ക് നല്ല ഹാപ്പി ആയിട്ട് ജീവിക്കാൻ പറ്റുന്നൊരു സെറ്റപ്പ്. മൂന്നാമത്തെ ബെഡ്റൂം, താഴത്തെ നിലയിൽ തന്നെ 3 ബെഡ്റൂം. അതിനും കബോർഡ് കാര്യങ്ങൾ എല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട്. അത്യാവശ്യം നല്ല സ്റ്റോറേജ് സ്പേസും കാര്യങ്ങളൊക്കെ ഉള്ള കബോർഡാണ് ഇതിന് സെറ്റ് ചെയ്തേക്കണം. അതും അറ്റാച്ച്ഡ് ആണ്. 3 അറ്റാച്ച്ഡ് ബെഡ്റൂം താഴത്ത്. അത് അത്യാവശ്യം വലിപ്പമുള്ള ബാത്റൂം തന്നെയാണ് ഇത്. പിന്നെ ഈ വീടിന്റെ കാര്യങ്ങൾ ഞാൻ വഴിയെ പറഞ്ഞുതരാം. നിങ്ങൾ സ്കിപ്പ് ചെയ്യാണ്ട് കാണോട്ടോ. അതുപോലെ തന്നെ ലൈക്ക് അടിക്കാത്തവർ ലൈക്ക് ചെയ്യുക, അങ്ങനെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. കാരണം തീർച്ചയായിട്ടും ഈ ചാനൽ നിങ്ങൾക്ക് ഉപകാരപ്പെടും. ഇനി നിങ്ങളുടെ കിച്ചൺ, ഇതാണ് നിങ്ങളുടെ കിച്ചൺ വന്നത്. അത്യാവശ്യം സ്റ്റോറേജ് സ്പേസും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുള്ള നല്ലൊരു കിച്ചൺ. നല്ല സ്റ്റോറേജ് സ്പേസ് ഉണ്ട്. കാരണം ഒരു സാധാരണ ഫാമിലിക്ക് പറ്റിയ എല്ലാ സെറ്റപ്പും ഇവിടെ ഉണ്ടെന്നുള്ളതാണ്. ഇവിടെ ഒരു വാഷ് ബേസിനും കാര്യങ്ങളൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇവിടെ സർവെന്റിന് ഒരു ബാത്റൂം അതും സെറ്റ് ചെയ്തിട്ടുണ്ട്. സർവെന്റിനുള്ള ബാത്റൂമാണിത്. എല്ലാം നല്ല ഗ്രാൻഡായിട്ട് തന്നെ ഫിനിഷ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് അത്യാവശ്യം കൃഷിയും കാര്യങ്ങളൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിനുള്ളൊരു സ്പേസും ഉണ്ട്. ഇവിടെ നമുക്ക് അത്യാവശ്യം പച്ചക്കറി കൃഷിയും കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടി ഒരു സ്പേസ് അവിടെ കൊടുത്തിട്ടുണ്ട്. അതേകൂട്ട് തന്നെയാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് ഇവിടുത്തെ വെല്ല്. ആ വെള്ളം നിങ്ങളൊന്ന് കാണണം. ഓപ്പൺ വെല്ലാണ്. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ കണ്ണീര് പോലെ ഇരിക്കുന്ന വെള്ളം. അതായത് നിങ്ങൾ കണ്ടോട്ടാ, എത്ര പേരുന്ന ഇവിടെ ഫ്ലഡിന്റെ കാര്യങ്ങൾ അങ്ങനെ ഒരു പ്രശ്നമില്ലതേ. അങ്ങനെടാ കണ്ണീര് പോലുള്ള വെള്ളം. അത്രയും നല്ല ശുദ്ധമായിട്ടുള്ള വെള്ളവും കാര്യങ്ങളും. അത്രയും സെറ്റപ്പിലാണ് വീട് ഫിനിഷ് ചെയ്യണം. ഇനി വീടിന്റെ ലൊക്കേഷൻ പറഞ്ഞുതരാം. ഇത് ചാലക്കുടി ചൗക്കാണ്. ചാലക്കുടി ടൗണിൽ നിന്ന് ഒരു 2.5 കിലോമീറ്റർ, ചൗക്കപ്പള്ളിയിൽ നിന്ന് ഒരു 250 മീറ്റർ മാത്രം മാറി. ഇനിയാണ് നിങ്ങൾക്കുള്ള വരുമാനം ഞാൻ പറയാൻ പോണം. ഇതിന് വീടിന്റെ പുറത്തേക്കൂടി തന്നെ സ്റ്റെയർ കേസ് ഉണ്ട്. ഇതിന്റെ മുകളിലത്തെ നിലയിലും 3 ബെഡ്റൂമാണുള്ളത്. ഇത് റെന്റിന് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇത് റെന്റിന് കൊടുക്കാനുള്ള ഒരു ഇതിനാണ് വന്നത്. ഒരു 12,000 മുതൽ 15,000 രൂപ വരെ വാടക കിട്ടും, മനസ്സിലായി. പിന്നെ ഇതിന്റെ മുകളിലോട്ട് വേറെ സ്റ്റെയർ കേസ് പോയിട്ട് മുകളിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു നേരം കൂടി എടുക്കാൻ പറ്റും. ആ ഒരു സെറ്റപ്പിലാണ് ഈ വീട് ഫിനിഷ് ചെയ്തേക്കണം. വേണ്ട
എത്ര വണ്ടി വേണമെങ്കിലും പാർക്ക് ചെയ്യുക. ഈ ഒരു പോർച്ചിൻ്റെ അകത്ത് തന്നെ നമുക്ക് രണ്ട് വലിയ വണ്ടി പാർക്ക് ചെയ്യാനുള്ള സ്പേസ് ഉണ്ട്. ചുറ്റുപാടൊക്കെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല പോഷ് വീടുകളുമാണ്. ചൗക്കപ്പള്ളി വെറും 250 മീറ്ററേ ഉള്ളൂ ഈ വീട്ടിലോട്ട്. ഇതിന്റെ മുകളിലത്തെ നിലയില താഴത്തെ ഏകദേശമൊക്കെ സെയിം ആണെന്ന് മാത്രം പറയാൻ പറ്റുള്ളൂ. ഇതണ്ട താഴത്തെ ഏകദേശം വരെ കുറച്ച് വ്യത്യാസം ഉണ്ടല്ലോ. ഇവിടെ അതേപോലെ തന്നെ നമ്മുടെ രൂപവും കാര്യങ്ങളൊക്കെ കബോർഡും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. നമുക്ക് ആറ്റെന്ന് പറഞ്ഞാൽ ബാക്കിൽ നിന്ന് പറഞ്ഞാൽ കാണാം, എന്നാലും ഇത് മനസ്സിലാവുള്ളൂ. കാരണം ഇവിടെയും വാഷ് ബേസിൻ കൗണ്ടർ കാര്യങ്ങൾ അതെല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഈ വീടിന് ചോദിക്കുന്ന വില എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 90 ലക്ഷം രൂപയാണ്. അതും സൈലന്റ് നെഗോഷ്യബിൾ ആണ്. ഇവിടെ നല്ല അടിപൊളി ഒരു കിച്ചൺ. അത് 2 വീടാണ് ഇതിനകത്ത്. താഴത്ത് 3 ബെഡ്റൂം, മുകളിൽ 3 ബെഡ്റൂം. പിന്നെ ഇവിടെ എനിക്ക് ഒരു ബാൽക്കണി കൊടുത്തിട്ടുണ്ട്. ഇവിടെ നമുക്ക് ഒരു ചെറിയൊരു ടേബിളും കാര്യങ്ങളൊക്കെ ഇവിടെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഇവിടെ ഒരു ബാൽക്കണി കൊടുത്തിട്ടുണ്ട്. ഇവിടെ നമുക്ക് കാറ്റ് കൊണ്ടൊക്കെ ഇരിക്കുക, നല്ല സ്പേസ് ആണ്. അപ്പുറത്ത് ജാതിത്തോട്ടവും കാര്യങ്ങളൊക്കെയാണ്. ഇവിടെ നല്ലൊരു സ്പേസ് ഉണ്ട്. ഒരു കസേരയൊക്കെ ഇട്ടിരുന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് വീട്ടിലത്തെ എന്തെങ്കിലും ചെറിയ അരിയാരം പിടിക്കാനുള്ള പുറത്തിട്ട് കാറ്റും കൊണ്ടിരുന്ന് ചെയ്യുക. ഇത് സർവന്റ് ബാത്റൂം. അത് ഇത്തിരി വലുതാണ്. താഴത്തെ നല്ല വലിയ ഇതാണ് മുകളിലത്തത്. ഇതാണ് ഈ വീടിന്റെ ഒരു സെറ്റപ്പ്. നമുക്ക് റൂമുകൾ വരെ തന്നെ കാണാം. നമുക്ക് ഒരറ്റത്തെന്ന് പറയും കാണാം. അപ്പൊ ഇതൊന്ന് റെന്റിന് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇവിടെ വെച്ചിട്ടുണ്ടെങ്കിൽ ചാലക്കുടി ടൗൺ ആയതുകൊണ്ട് ഒരു 12,000 മുതൽ 15,000 വരെ നമുക്ക് വാടക കിട്ടും. അത്യാവശ്യം താഴത്തെ കൂടി തന്നെ വലിപ്പമുള്ള ബെഡ്റൂം, നല്ല സ്റ്റോറേജ് സ്പേസും കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട്. അതിന്റെ അറ്റാച്ച്ഡ് ബാത്റൂം. കാരണം ഏത് ആരും വന്ന് വാടകയ്ക്ക് ചോദിച്ചിറങ്ങുമ്പോൾ ഇപ്പൊ തന്നെ ഒരുപാട് പേര് ഒന്ന് ചോദിച്ചിട്ടുണ്ട്. കാരണം വിൽക്കാനിട്ടേക്കണ കാരണം ആ വാങ്ങണവർ കൊടുക്കട്ടെ എന്നുള്ള മൈൻഡിലാണ് അവരിപ്പോൾ കൊടുക്കാത്തത്. കാരണം വിൽക്കാനിട്ടേക്കണ വീടല്ലേ. അപ്പൊ അവരാണെങ്കിൽ അവരുടെ തറവാട് വീട് തന്നെ റെഡിയാക്കി അങ്ങോട്ട് താമസം പറയും. അപ്പൊ അവർക്ക് വേണ്ടി പണിത വീടാണ് എങ്കിലും അവരിപ്പോൾ ഇവിടെ താമസിക്കില്ല എന്നുള്ള ഒരു ഇതിൽ ഇതങ്ങോട്ട് കൊടുക്കാമെന്ന് വിചാരിച്ച്. കാരണം 2 വീട്ടിലും കൂടി ഇവരൊക്കെ താമസിക്കാൻ പറ്റില്ല. അപ്പൊ അത് കാരണം അവർ ഈ പുതിയ വീട് അങ്ങോട്ട് കൊടുക്കാൻ തീരുമാനിച്ചത്. അപ്പൊ ഇതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവർ 90 ലക്ഷം രൂപയാണ് ചോദിക്കണം. കാരണം 6 ബെഡ്റൂം ഞാൻ പറഞ്ഞില്ല, മാസം നമുക്കൊരു വരുമാനം കിട്ടും. നമ്മളിപ്പോൾ ഇത് ലോണും കാര്യങ്ങളൊക്കെ എടുത്ത് ഈ വീട് വാങ്ങിക്കണമെങ്കിലും EMI കാര്യങ്ങളൊക്കെ ആ വഴിക്ക് അങ്ങോട്ട് അടഞ്ഞു പോകും. നമുക്ക് കുറച്ച് മാത്രമേ ഇത് വരുള്ളൂ. ഇപ്പം നമ്മളിപ്പോൾ ഈ കാലാവധി നീട്ടെടുക്കണമെങ്കിൽ നമുക്ക് ഒരു നിസ്സാര പൈസ ഒരു 15,000 രൂപ 20,000 രൂപയ്ക്ക് ലോൺ വന്നെന്ന് പറഞ്ഞാലും ബാക്കി പൈസ മാത്രം നമുക്ക് കണ്ടാൽ മതിയല്ലോ. ഇത് 3ാമത്തെ ബെഡ്റൂം. ഇത് അറ്റാച്ച്ഡ് അല്ല കേട്ടോ. മുകളിലത്തെ നിലയിൽ 2 ബെഡ്റൂം അറ്റാച്ചറും ഒരു കോമൺ ബാത്റൂമാണ് കൊടുത്തേക്കണം. പിന്നെ ഇവിടെ ഒരു ബാൽക്കണി കൊടുത്തിട്ടുണ്ട് ഇതിന്. താഴത്തെ സിറ്റൗട്ടിന് പകരം. പിന്നെ ഇത് നേരെ മുകളിലോട്ട് കയറിക്കണമെങ്കിൽ അവിടെ മുകളിൽ ഓപ്പൺ ഏരിയയാണ്. നമുക്ക് തുണി അലക്കാനും ഉണക്കാനൊക്കെ ഇടാൻ വേണ്ടി അവിടെ അഴയും കാര്യങ്ങളൊക്കെ കെട്ടിക്കണമെങ്കിൽ അവിടെ ആ ഒരു കാര്യങ്ങൾ ചെയ്യാം. പിന്നെ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇപ്പം ഇത് ഇത്രയും പണിതിട്ടേക്കാം. കാരണം മുകളിലോട്ട് വേണമെങ്കിൽ 2 റൂമും കാര്യങ്ങളൊക്കെ എടുത്ത് കഴിഞ്ഞാൽ അതും വേണമെങ്കിൽ റെന്റിന് കൊടുക്കാം. അത് സിറ്റുവേഷൻ അനുസരിച്ചിട്ട്. കാരണം ഇപ്പൊ അവിടെ തിരക്കും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ വേറെ ആൾക്കാരും വീഡിയോ വെച്ചൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതും കൊടുക്കാം. ഇതുണ്ടല്ലോ നല്ല ഓപ്പൺ ആയിട്ട് ഇടയ്ക്കാണ്. ഇത് നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും ഉപയോഗിക്കാം. അപ്പോൾ ഇതിന്റെ ഡീറ്റെയിലും കാര്യങ്ങളെല്ലാം ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ വീട് വാങ്ങാൻ താല്പര്യം ഡിസ്പ്ലേ നമ്പർ